എല്ലാ പ്രിയപ്പെട്ട വ്യൂവേഴ്സിനും നമസ്കാരം. ഒപ്പം സൈഡ് ലൈറ്റ്സിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതവും. ബുദ്ധ സന്യാസിമാരെയും ബുദ്ധവിഹാരങ്ങളെയും ഒക്കെ പറ്റി ആലോചിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുക ഹിമാലയവും ടിബറ്റും ഒക്കെ ആയിരിക്കും. നമ്മുടെ രാജ്യത്തിൻ്റെ വടക്ക് സിക്കിമിലും അരുണാചൽ പ്രദേശിലും ഹിമാചൽ പ്രദേശിലുമൊക്കെ ബുദ്ധവിഹാരങ്ങൾ ധാരാളമുണ്ട്. എന്നാൽ നമ്മൾ കേരളമടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലുള്ളവർക്ക് ബുദ്ധവിഹാരങ്ങളൊക്കെ കാണണമെങ്കിൽ ഈ സംസ്ഥാനങ്ങളിൽ തന്നെ പോകണമെന്നൊന്നുമില്ല. നമ്മുടെ തൊട്ടയൽ സംസ്ഥാനമായ കർണാടകയിലെ അത്തരമൊരു ബുദ്ധവിഹാരത്തിലേക്കാണ് സൈഡ് ലൈറ്റ്സ് എന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. മൈസൂരിൽ നിന്ന് ഏകദേശം 2 മണിക്കൂർ റോഡ് മുഖേന യാത്ര ചെയ്താൽ കുടക് ജില്ലയിലെ ബൈലക്കുപ്പ എന്ന സ്ഥലത്തുള്ള ഈ ബുദ്ധവിഹാരത്തിലേക്ക് എത്താം. 1963 സ്ഥാപിതമായ നാംഡ്രോളിംഗ് മൊണാസ്ട്രി എന്ന ഈ ബുദ്ധവിഹാരം ഗോൾഡൻ ടെമ്പിൾ എന്ന പേരിലും അറിയപ്പെടുന്നു. പത്മ നോർബു റിംപോച്ചെ എന്ന ബുദ്ധസന്യാസിയുടെ കാലത്താണ് ഈ മൊണാസ്ട്രി സ്ഥാപിതമായതത്രേ. ടിബറ്റൻ ശൈലിയിൽ നിർമ്മിച്ചിട്ടുള്ള കൂറ്റൻ കവാടമാണ് നമ്മളെ മൊണാസ്ട്രിയിലേക്ക് ആനയിക്കുന്നത്. പ്രധാന കവാടത്തിലൂടെ അകത്ത് കടന്നാൽ എത്തുന്നത് ഒരു വലിയ ചത്തുരത്തിലേക്കാണ്. ധാരാളം ആളുകളാണ് ഈ മൊണാസ്ട്രി കാണുന്നതിനായി ദിവസേന ഇവിടെ എത്തിച്ചേരുന്നത്. മൊണാസ്ട്രിയിലേക്ക് പ്രവേശിക്കുന്നതിനായി പ്രത്യേകിച്ച് യാതൊരു എൻട്രി ഫീസും നൽകേണ്ടതില്ല. രണ്ടാമത്തെ കവാടവും കടന്ന് അകത്തേക്ക് ചെന്നാൽ മുഖ്യ ക്ഷേത്രത്തിലേക്കുള്ള വലിയ നടപ്പാതയായി ചുറ്റിലും നിർമ്മിച്ചിരിക്കുന്ന ഹോസ്റ്റൽ പോലെയുള്ള കെട്ടിടങ്ങളിലാണ് ബുദ്ധസന്യാസിമാർ താമസിക്കുന്നത്. നടപ്പാത അവസാനിക്കുമ്പോഴുള്ള പ്രധാന കവാടത്തിൽ ഹിസ് ഹോളിനസ് പെനർ റിംപോച്ചയുടെ ചിത്രം ആലേഖനം ചെയ്തിരിക്കുന്നു. പിന്നെയും മുന്നോട്ട് നടന്നു ചെല്ലുമ്പോൾ ഏത് ബുദ്ധവിഹാരങ്ങളുടെയും ട്രേഡ് മാർക്കായ വിളക്ക് കത്തിക്കുന്നതിനുള്ള വലിയ ഹാളും ഒപ്പം തൂക്കിയിട്ടിരിക്കുന്ന മണിയും കാണാം. നേരെ മുന്നിൽ കാണുന്നതാണ് പ്രധാന ആരാധനാലയമായ പത്മസംഭവ ബുദ്ധിസ്റ്റ് വിഹാര. ഇതിനുള്ളിലേക്ക് പാദരക്ഷകൾ ധരിച്ച് പ്രവേശനം അനുവദിച്ചിട്ടുള്ളതല്ല. ഇരിക്കുന്ന രീതിയിലുള്ള വലിയ ബുദ്ധപ്രതിമകളാണ് അകത്തെ പ്രധാന ആകർഷണം. കൊത്തുപണികളും മറ്റുമാണ് ഹിന്ദു ക്ഷേത്രങ്ങളിൽ നമുക്ക് കാണാനാവുന്നതെങ്കിൽ ബുദ്ധവിഹാരങ്ങളിലെ പ്രധാന ആകർഷണം വർണ്ണങ്ങൾ വാരി വിതറിയിട്ടുള്ള വലിയ ചിത്രങ്ങളും മറ്റുമാണ്. ക്ഷേത്ര കോമ്പൗണ്ടിൽ തന്നെ വേദപഠനശാലകളുമുണ്ട്. എന്നാൽ സാധാരണ ജനങ്ങൾക്ക് ഇവിടേക്ക് പ്രവേശനമില്ല. ഈ ബുദ്ധവിഹാരത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചും ഇവിടെ താമസമാക്കിയിട്ടുള്ള ബുദ്ധമത വിശ്വാസികളുടെ ജീവിതത്തെക്കുറിച്ചുമൊക്കെ അറിയുന്നതിനായി ഇവിടെ കണ്ട ചില ബുദ്ധസന്യാസിമാരെ സമീപിച്ചെങ്കിലും ഫലം നിരാശയായിരുന്നു. മരച്ചുവട്ടിൽ റിലാക്സ്ഡ് ആയിട്ടിരുന്ന് സൊറ പറയുന്ന ഈ സന്യാസിമാരോ മന്ത്രമാലയിൽ മുറുകെ പിടിച്ച് അതിവേഗം ഈ ക്ഷേത്രത്തെ വലമയ്ക്കുന്ന ഈ സന്യാസിയോ ആരും തന്നെ സംസാരിക്കാൻ തയ്യാറല്ല. ശ്രമം ഉപേക്ഷിച്ച് മടങ്ങാമെന്ന് കരുതിയിരിക്കുമ്പോഴാണ് പെട്ടെന്ന് പാലിൻ ഷെർപ്പയെ കണ്ടുപിടിച്ചത്. मोनास्ट्री के बारे में कुछ बोल सकते हैं? ये मोनास्ट्री कब चालू हुआ? 1963। अच्छा अच्छा, तो आप लोग काफ़ी साल से रह रहे हैं इधर? 10 साल से रह रहे हैं। ठीक है, तो ये कर्नाटका तो बहुत दूर है ना, तिब्बत से तो काफ़ी दूर है, तो आपको कैसे लगता है ये जगह? अच्छा है। अच्छा अच्छा अच्छा, तो आप लोग वैसे क्या काम करते हैं इधर? पढ़ाई करते हैं। क्या इसके अंदर ही पढ़ाई वगैरह होता है? अच्छा, बुद्धिस्ट फिलोसफी के ऊपर। अच्छा अच्छा अच्छा, आपका शुभ नाम क्या है? पालिन शेर्पा, बहुत बहुत धन्यवाद, थैंक यू। ओके. പിറന്ന നാടും വീടും ഉപേക്ഷിച്ച് വർഷങ്ങൾക്ക് മുൻപ് പലായനം ചെയ്യേണ്ടി വന്നിട്ടുള്ളവരാണ് ബൈലക്കുപ്പയിലെ ബുദ്ധമത വിശ്വാസികൾ. അതുകൊണ്ട് തന്നെ അവർക്ക് ഗൃഹാതുരത്വം അല്പം കൂടുതലാണ്. ഇതേ കാരണത്താലാകാം തങ്ങളുടെ നാടായ ടിബറ്റിലെ വിഖ്യാതമായ പാല്യൂൾ മൊണാസ്ട്രിയുടെ മിനിയേച്ചറൈസ് രൂപം അവർ ഇവിടെ നിർമ്മിച്ചിരിക്കുന്നു. മൊണാസ്ട്രി സന്ദർശനം കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ ഇവിടുത്തെ അന്തേവാസികൾ നടത്തുന്ന മാർക്കറ്റ് കാണാം. ടിബറ്റൻ കരകൗശല വസ്തുക്കളോ മറ്റ് സോവനീറുകളോ വാങ്ങാം. എന്നാൽ വിലപേശലില്ല. വേണമെങ്കിൽ അത്യാവശ്യം ടിബറ്റൻ ഫുഡും ടേസ്റ്റ് ചെയ്യാം. എന്തായാലും ബൈലക്കുപ്പയിലെ ഈ നാംഡ്രോളിംഗ് മൊണാസ്ട്രി നിങ്ങൾക്കൊരു വ്യത്യസ്തമായ അനുഭവമായിരിക്കും നൽകുക, തീർച്ചയായും. സൈഡ് ലൈറ്റ്സിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ അല്ലേ? അതുകൂടാതെ ചാനലിൽ കാണിച്ചിരിക്കുന്ന ബെൽ ബട്ടൺ അമർത്തിയാൽ ഇനിയും ഇത്തരം വീഡിയോകൾ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ ബൈ.